ഹലോ വെൽക്കം ബാക്ക് ടു യങ് ഷെഫ് ലൈഫ്. ഇതെന്താണെന്ന് മനസ്സിലായോ കൂട്ടുകാരെ? ഇതാണ് അമ്പഴങ്ങ. കാഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും അച്ചാറിനും ചമ്മന്തിക്കും കേമനാണ്. അമ്പഴങ്ങ വെച്ച് ഞാൻ അച്ചാറാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ അമ്പഴങ്ങ കഴുകി നന്നായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരിമുളക്, കറിവേപ്പില, പൊടികളായിട്ട് മുളക് പൊടി, കായം, ഉലുവ, മഞ്ഞൾപ്പൊടി. നല്ലെണ്ണയാണ് ഈ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടത്. ആദ്യം തന്നെ നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തതിന് ശേഷം ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അമ്പഴങ്ങ കഷ്ണങ്ങൾ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അമ്പഴങ്ങയെല്ലാം നന്നായിട്ട് ഈ എണ്ണയിലിട്ട് ഒരു 5-6 മിനിറ്റ് കൊണ്ട് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കളറൊന്ന് മാറി ഈ ഒരു പാകമാകുന്നത് വരെ മതി. ഈ ഒരു പാകമായി കളർ മാറുമ്പോൾ നമ്മളിതിനെ കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരിമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ പൊടികളായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കായം, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇതിന് ശേഷം നമ്മളിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന അമ്പഴങ്ങ കുട്ടന്മാരെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി അമ്പഴങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ പുളിപ്പെല്ലാം ഈ അച്ചാറിലോട്ട് ഇറങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ചോറിനൊക്കെ കിടിലാണ് ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക.